വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ടേസ്റ്റി ഡോട്ട്സിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈവനിങ് സ്നാക്കാണ്. അതൊരു സ്പെഷ്യലായിട്ടുള്ള, കാണാതെ തന്നെ ഒരു സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ടല്ലേ. ഇത് നമ്മൾ ബീഫ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ തയ്യാറാക്കുന്നത്. ബീഫ് കൊണ്ടുള്ള എല്ലാവരും മിക്സ് ചെയ്യാതെ കാണണം. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് ഫില്ലിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് 1/2 kg നമ്മുടെ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട്, നമുക്ക് പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഇടുന്ന കാണിക്കാൻ വിട്ടുപോയി. പിന്നെ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് ഒരല്പം വെള്ളം ഒഴിക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. കുറേ ഒഴിച്ച് കഴിഞ്ഞാൽ ബീഫിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വരും. അത് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ ചിക്കിയിട്ടിട്ട് മാറ്റി വെക്കാം. നമുക്ക് ഈ മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനുവേണ്ടി നമുക്കൊരു കടായി വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് ചേർത്തിരിക്കുന്നത്. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും മസാലയ്ക്ക്. പിന്നെ ഞാനൊരു 2 സവാള നല്ല ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. ഇതൊക്കെ ഒന്നിച്ച് തന്നെ നിങ്ങൾക്ക് ചേർക്കാം. ഒന്ന് വഴറ്റി വരേണ്ട ടൈം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്നിച്ച് ചേർത്തിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത്, എരിവിന് വേണ്ടി നമുക്കൊരു 5 or 6 പച്ചമുളക് എടുക്കാം. നമ്മൾ വേറെ എരിവിന് വേറൊരു സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവാണ് നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ കോക്കനട്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്നിച്ച് വഴറ്റിയെടുക്കാമെന്ന്. പക്ഷേ കോക്കനറ്റിൻ്റെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കോക്കനറ്റ് ലാസ്റ്റ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കോക്കനറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബീഫും കൂടി ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കുറേ ടൈം കുക്ക് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു 2 minutes ഒന്ന് വഴറ്റിയെടുത്താൽ മതി. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് സോൾട്ടൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യാനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരല്പം കറി ലീവ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ കൊറിയാണ്ടർ ലീഫ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട മാവൊന്ന് കുഴച്ചെടുക്കാം. അതിലേക്ക് ഞാൻ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ഫ്ലോർ വേണമെങ്കിൽ വൈറ്റ് ഫ്ലോർ എടുക്കാം, ആട്ടപ്പൊടി വേണമെങ്കിൽ അതെടുക്കാം. അത് നമുക്ക് ഒന്ന് ഉപ്പും കൂട്ടി കുഴച്ച്, നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ച് ഒരേ സൈസിലുള്ള ബോളാക്കി എടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ആട്ടപ്പൊടിക്ക് ഞങ്ങൾക്കൊരു 9 ബോളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്ക് ആ ഒരു തിക്നെസ്സിലായാലും കുറച്ചുകൂടി കട്ടി കുറച്ച് പരത്തുന്നതായിരിക്കും ബെറ്റർ. ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ 4 സൈഡിൽ വീഡിയോ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണേൽ കത്തി യൂസ് ചെയ്യാം കേട്ടോ, അതിനൊരു പ്രശ്നവും ഇല്ല. പിന്നെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ 4 സൈഡൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് വീഡിയോ കാണുന്നത് പോലെ ഒന്നുകൂടി ഈ 2 സൈഡിലും ഇതുപോലെ ഹാഫായിട്ട് ജോയിൻ ആക്കാൻ പാടില്ല, അപ്പോൾ അത് കട്ടായി പോവും. കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇതേപോലെ ഒരു സൈഡിൽ ഒരു 6 ലൈൻസ്, മറ്റേ സൈഡിലും അതുപോലെ ഒരു 6 ലൈൻസ് കൊടുക്കാം. ഈ നടുഭാഗം നിങ്ങൾ അങ്ങനെ ഫ്രീ ആയി വിട്ട് കൊടുക്കണം. നമ്മൾ അവിടെയാണ് ഫില്ലിങ് വെക്കാൻ പോകുന്നത്. വീഡിയോ കാണുന്നത് പോലെ നോക്കിയിട്ട് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരല്പം വാട്ടർ നമുക്ക് ഇങ്ങനെ ആ ഫില്ലിങ് വെക്കുന്ന സൈഡിൽ 4 സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അവിടെ സ്റ്റിക്കായി നിൽക്കും. നമ്മൾ മസാല ഇട്ട് കഴിഞ്ഞാൽ അതവിടെ സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കവർ ചെയ്യുമ്പോൾ. അതിനാണ് വാട്ടർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 1 ടീസ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറേ ഫില്ലിങ് വെക്കണ്ട, അപ്പോൾ അത് ഒരു ഭംഗി ഉണ്ടാവില്ല, അത് നമ്മളിത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കാണാൻ. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഫില്ലിങ് വെച്ചിട്ട് ഇപ്പോൾ മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ ലൈൻസ് എടുത്തിട്ട് ഇതുപോലെ വീഡിയോ കാണുന്നത് പോലെ ക്രോസ് ആയിട്ട് ഒന്നിങ്ങോട്ടും ഒന്നങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എളുപ്പമാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ ഗസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു സംഭവമാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇതാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾക്ക് സാധാ നമ്മുടെ ഇറച്ചിപ്പത്തിലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്തെടുത്താലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഈ ഫില്ലിങ് നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇതിപ്പോൾ വീഡിയോ കാണുന്നത് പോലെ നമുക്ക് മൊത്തത്തിൽ ക്രോസ് ആയിട്ടെല്ലാം ചെയ്ത് കൊടുക്കാം. ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ഈ ലാസ്റ്റ് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം.
നമുക്കെല്ലാം അതുപോലെ ചെയ്തു വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു പാത്രത്തിൽ ചൂടാൻ വെക്കാം. നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാൻ. എന്ത് സ്നാക്ക് തയ്യാറാക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്നാക്കിന് ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഉള്ളിൽ നമ്മൾ കുക്കാവാതെ പുറമെ മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോവും. നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് കുക്കായതിന് ശേഷം പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിച്ച് നോക്കാം എങ്ങനെയാണ് ടേസ്റ്റ് എന്ന്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഫില്ലിംഗ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ഇനിയും പുതിയ വീഡിയോസുമായി വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആവശ്യമാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.